ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്വർണം പൂശാനുള്ള അനുമതിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്കോ ഓഫീസിനോ കത്ത് നൽകിയിട്ടില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിയുടെ ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ശബരിമല സന്നിധാനത്ത് വെച്ചല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ലെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ മറുപടി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, ശനിയാഴ്ച നടന്ന ചോദ്യം ചെയ്യലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നത്. ഇപ്പോൾ എന്താണ് ചോദിച്ചത് എന്ന കാര്യങ്ങൾ കൂടി വരുന്നു. ഒപ്പം പുറത്തു വന്ന ചിത്രങ്ങളിലടക്കം ചോദ്യങ്ങളുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. ഗോകുൽ, ഉറപ്പായിട്ടും. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ നീക്കമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച നടന്നത് എന്നുള്ളതാണ്. ആ വിവരം പുറത്തേക്ക് വരാൻ ഏതാണ്ട് 3 ദിവസം സമയമെടുത്തു എന്നുള്ളതൊക്കെ ഇന്നലെ ചർച്ചയായിരുന്നു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. മാത്രവുമല്ല, ഈ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഇന്നലെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്നത്തെ മന്ത്രി എന്ന നിലയിൽ തന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചു, അതിന് മറുപടി നൽകി എന്നുള്ളതാണ്. എന്നാൽ ഈ SITയുടെ ചോദ്യം ചെയ്യലിലെ പ്രധാനപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സ്വർണം പൂശാനുള്ള അനുമതിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി വകുപ്പിനോ അതല്ലെങ്കിൽ മന്ത്രിക്കോ കത്ത് നൽകിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു കത്ത് തനിക്കോ അല്ലെങ്കിൽ തന്റെ ഓഫീസിനോ ലഭിച്ചിട്ടില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ മറുപടി നൽകി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രണ്ടാമത്തേത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും തരത്തിൽ മന്ത്രിയുടെ ഓഫീസോ അതല്ലെങ്കിൽ വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളോ സന്ദർശിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് പരിചയമുള്ളത് ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ്. ശബരിമല സന്നിധാനത്ത് വെച്ചല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ കണ്ടിട്ടില്ല, തന്റെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്ദർശിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ട്. പിന്നീടൊന്ന്, ഈ ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ്, അത് ചില എയർപോർട്ടുകളിൽ വെച്ചിട്ടുള്ള ചിത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് പ്രചരിച്ചിരുന്നു. അത് ബാംഗ്ലൂരിലെ മലയാളി സമാജം പരിപാടിക്ക് പോയപ്പോഴുള്ള ചിത്രങ്ങളാണെന്നും അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി കടകംപള്ളി സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് SITക്ക് വിവരം നൽകിയിട്ടുണ്ട്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചോദ്യം ചെയ്യൽ. ഇനി ഇക്കാര്യത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം SIT ആണ് മറുപടി പറയേണ്ടത്. അതൊന്ന്. രണ്ടാമത്തേതാകട്ടെ, ഈ ഡി മണിയെ കുറിച്ച് ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം ഡി മണി, ബാലമുരുകൻ, അതേപോലെ ശ്രീകൃഷ്ണൻ എന്നിവരെ അന്വേഷണ സംഘം വിട്ടയച്ചിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും ഡി മണിയുടെ കാര്യത്തിൽ ഡി മണിയെ അങ്ങനെ ക്ലീൻ ചിറ്റ് നൽകി വിട്ടയച്ചതല്ല. ഡി മണിയെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ SIT ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ, യാത്രകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് SITയുടെ തീരുമാനം. ഗോകുൽ, ഷഫീദ്, കടകംപള്ളി സുരേന്ദ്രനും ഈ പോറ്റിയുമായി അടുത്ത ബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പരസ്യമായ ആരോപണം ഉന്നയിച്ചതാണ്. അക്കാര്യത്തിലൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ നിയമ നടപടികളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന, അല്ലെങ്കിൽ പോറ്റിക്ക് പരിചയം, അല്ലെങ്കിൽ പോറ്റിക്ക് കടകംപള്ളിയുമായുള്ള അടുപ്പം എന്നൊക്കെയുള്ളത് കുറേ കാലമായി ഈ രാഷ്ട്രീയ ആരോപണമായി നിലനിൽക്കുന്നതാണ്. ഗോകുൽ, ഉറപ്പായിട്ടും. കാരണം ഇക്കാര്യത്തിൽ, അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണത്തിൽ ഏതെങ്കിലും തരത്തിൽ പത്മകുമാറിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിലെ ആരോപണം. മാത്രമല്ല, അന്ന് വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപം പല ഘട്ടത്തിൽ പല വിധത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പറയുന്ന കാര്യം, ശബരിമലയിൽ വർഷങ്ങളായിട്ടുള്ള ഒരു സ്പോൺസർ എന്ന നിലയിലുള്ള ഒരു പരിചയം മാത്രമാണ് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. കൂടുതൽ ഇടപാടുകൾ അദ്ദേഹവുമായി ശബരിമലയുമായി ബന്ധപ്പെട്ടടക്കം നടത്തിയിട്ടില്ല. അദ്ദേഹം സ്പോൺസറാണ്. സ്പോൺസർ എന്ന രീതിയിൽ ശബരിമല സന്നിധാനത്ത് വെച്ച് വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ SIT ഏതെങ്കിലും തരത്തിൽ തുടർ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അത് സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അത് വലിയ തലവേദനയായി മാറുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ ഈ രീതിയിലാണ് പുറത്തേക്ക് വരുന്നത്. SIT കൂടുതൽ നീക്കങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. PS പ്രശാന്ത്, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ SIT ചോദ്യം ചെയ്തത്. അതിൽ PS പ്രശാന്തിന്റെ ചോദ്യം ചെയ്യൽ 26-ാം തീയതിയും കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ 27-ാം തീയതിയുമാണ്. PS പ്രശാന്ത് ഇതുവരെയും മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കിയിട്ടുമില്ല. ഗോകുൽ, ശരി ഷഫീദ്, ഏതായാലും കടകംപള്ളി സുരേന്ദ്രനുമായി ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഷഫീദ് പങ്കുവച്ചത്. പോറ്റിയുമായി ശബരിമലയിലെ സ്പോൺസർ എന്നതിലേക്ക് സന്നിധാനത്ത് വെച്ചുള്ള കണ്ടിട്ടുള്ളതല്ലാതെ മറ്റെവിടെയും വെച്ച് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, ഓഫീസിൽ വന്നിട്ടില്ല എന്നൊക്കെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വാദങ്ങൾ. ബംഗളൂരുവിൽ കണ്ടത് അത് ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ യാദൃച്ഛികമായി കണ്ടു എന്നതാണ് വിശദീകരണം മുൻ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഒപ്പം ഡി മണിയുടെ കാര്യത്തിൽ SITക്ക് സംശയങ്ങളുണ്ട്, വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.